എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് മെഡിക്കൽ ഇൻഷുറൻസ് ഓർ ഹെൽത്ത് ഇൻഷുറൻസും ക്രിട്ടിക്കൽ ഇൽനെസ്സും സെയിം ആണോ അല്ല വേറെ വേറെ പോളിസി ആണോ എന്നുള്ളത്. അല്ല രണ്ട് പോളിസി ഞാൻ എടുക്കണോ എന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, പൊതുവേ എല്ലാവരും മെഡിക്കൽ ഇൻഷുറൻസ് ഓർ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാറുണ്ട്, പക്ഷേ ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസിനെ കുറിച്ച് അവർക്ക് അറിയാറില്ല. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോണത് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസിയെ കുറിച്ച്, അതിൻ്റെ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ ഡിഫറൻസിയേഷൻ എന്താണ് ഈ രണ്ട് പോളിസിയും വ്യത്യാസം നമുക്ക് കാണാം. അതിലൊരു ബെസ്റ്റ് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസിയുടെ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിട്ടിക്കൽ ഇൽനെസ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്താണെന്നുണ്ടെങ്കിൽ, ഒന്ന്, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി വന്നിട്ട് നമ്മൾ എത്രയാണോ സം ഇൻഷുർഡ് എടുക്കണം, ഇപ്പോൾ നമ്മൾ 3 ലക്ഷമോ 5 ലക്ഷമോ എത്രയാണോ സം ഇൻഷുർഡ് എടുക്കണം, അത് ആ സം ഇൻഷുർഡിൻ്റെ ഒരു ലംസമായിട്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ ഇൽനെസ്സിൽ നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ അതിൻ്റെ മെഡിക്കൽ കോസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ. അതായത് ഈ 3 ലക്ഷത്തിന് 1 ലക്ഷമാണ് നിങ്ങളുടെ ഹോസ്പിറ്റൽ ബില്ല് തന്നെ. 24 മണിക്കൂർ അഡ്മിറ്റ് ആയാൽ മാത്രമേ ഹെൽത്ത് ഇൻഷുറൻസ് ട്രിഗർ ആവുള്ളൂ. ആ ട്രിഗർ ആവുമ്പോൾ നിങ്ങളുടെ ഡോക്ടർ ഫീസോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ നഴ്സിംഗ് ഫീസോ ഇല്ലെങ്കിൽ റൂം റെൻറ്റോ ഇതിൻ്റെ എക്സ്പെൻസസ് ആണ് അതിൽ റീഇംബേഴ്സ്മെൻറ്റോ ക്യാഷ്ലെസ് ആയിട്ട് അവർ തരുന്നത്. പക്ഷേ ക്രിട്ടിക്കൽ ഇൽനെസ്സിൽ ഒരു ലംസം എമൗണ്ട് 1 ലക്ഷം 1 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം 10 ലക്ഷം ആ അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് ആയിട്ട് അവർ തരുവാണ്. അപ്പോൾ ഇറ്റ്സ് എ ലംസം പേയ്മെൻ്റ് ആണ് ഇവിടെ ഇത് ആക്ച്വൽ മെഡിക്കൽ എക്സ്പെൻസസ് ആണ് അവർ തരുന്നത്. ഓക്കെ, പിന്നെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ അഡ്വാൻറ്റേജ് നോക്കുകയാണെന്ന് വെച്ചാൽ, ഹെൽത്ത് ഇൻഷുറൻസിൽ എല്ലാ അസുഖങ്ങൾക്കും അവർ ഹോസ്പിറ്റലൈസേഷൻ ആയി കഴിഞ്ഞാൽ 24 മണിക്കൂർ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ പ്രകാരം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചിലവ് അവർ തരും. ഇതിലാവുമ്പോൾ ആ ക്രിട്ടിക്കൽ ഇൽനെസ് ലിസ്റ്റ് ചെയ്ത ക്രിട്ടിക്കൽ ഇൽനെസ് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോഴത്തെ പ്ലാനിൽ ഓൾമോസ്റ്റ് 92 ക്രിട്ടിക്കൽ ഇൽനെസ് വരെ കവർ ചെയ്യുന്ന ഇൻഷുറൻസ് പോളിസീസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസിയുടെ കുറിച്ച് നമുക്ക് കാണാം. ഓക്കെ, ക്രിട്ടി ഷീൽഡ് പ്ലസ് ആണ് ഈ പ്രോഡക്റ്റിൻ്റെ പേര്. ക്രിട്ടി ഷീൽഡ് പ്ലസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന ICICI ലംബാർഡ് എന്നൊരു ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ്. ഇറ്റ് ഈസ് പ്രൈവറ്റ് കമ്പനിയിൽ ഇറ്റ് ഈസ് ബിഗ്ഗസ്റ്റ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ്. ക്രിട്ടി ഷീൽഡിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ക്രിട്ടി ഷീൽഡ് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസിയുടെ കവറേജസ് ആണ്. ക്രിട്ടി ഷീൽഡ് കീ കവറേജസ് ആൻഡ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, 92 മേജർ ആൻഡ് മൈനർ ക്രിട്ടിക്കൽ ഇൽനെസ് ഇവർ കവർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മേജർ ക്രിട്ടിക്കൽ ഇൽനെസ് ആണ് വെച്ചാൽ 100% ഓഫ് ദ സം ഇൻഷുർഡ്, നമ്മൾ എത്രയാണോ സം ഇൻഷുർഡ് എടുക്കണേ അതിന് 100% സം ഇൻഷുർഡ് അവർ തന്നിരിക്കും. പിന്നെ 25% മൈനർ ആണ് വെച്ചാൽ 25% ക്രിട്ടിക്കൽ ഇൽനെസിൻ്റെ സം ഇൻഷുർഡിൻ്റെ 25% ആണ് അവർ തരുന്നത്. ക്രിട്ടിക്കൽ ഇൽനെസ്സിനെ ഇവർ 5 ബക്കറ്റായിട്ട് അല്ലെങ്കിൽ 5 ബ്ലോക്കായിട്ട് അവർ തരംതിരിച്ചിട്ടുണ്ട് ഈ പ്രോഡക്റ്റിൽ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റിംഗ് ഫീച്ചർ. അതായത് ക്യാൻസർ ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ്, ഹാർട്ട് റിലേറ്റഡ് ആൻഡ് ബ്ലഡ് വെസൽസ് ആൻഡ് മേജർ ഓർഗൻ, നെർവസ് സിസ്റ്റം ആൻഡ് അതർ ഇൽനെസ്, അങ്ങനെ 5 ബ്ലോക്സ് ആയിട്ടാണ് അവർ ഡിവൈഡ് ചെയ്തത്. ഈ 5 ബ്ലോക്സിലും ഓരോ ക്രിട്ടിക്കൽ ഇൽനെസ് ഇവർ കവർ ചെയ്യുന്നുണ്ട്. ഈ മേജർ ആൻഡ് മൈനർ ബക്കറ്റ്സിലുള്ള ക്രിട്ടിക്കൽ ഇൽനെസ്സിൽ ഈ 5 ബ്ലോക്കിലുള്ളതും നമുക്ക് എന്തൊക്കെയാണ് കാണാം. ഒരു ബ്ലോക്കിൽ നമ്മൾ സം ഇൻഷുർഡ് എടുക്കുന്ന ഓരോ ബ്ലോക്കിൻ്റെയും സം ഇൻഷുർഡ് ആയിട്ട് കൂട്ടും. അതായത് നിങ്ങൾ ഒരു 10 ലാക്സിൻ്റെ സം ഇൻഷുർഡ് എടുക്കുന്ന വെച്ചാൽ ഓരോ ബ്ലോക്കിലും 10 ലാക്സിൻ്റെ സം ഇൻഷുർഡ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതിൽ ഓപ്ഷണൽ ബെനിഫിറ്റ് ആയിട്ട് സർജിക്കൽ പ്രൊസീജിയേഴ്സ്, 106 സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ ചെയ്യാം. ക്യാൻസർ റീസ്റ്റോർ എന്നൊരു പ്ലാനും ഉണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, സർവൈവൽ പീരിയഡ്, അതായത് നോ സർവൈവൽ പീരിയഡോ 90 ഡേയ്സ് വെയിറ്റിംഗ് പീരിയഡോ ഈ പോളിസിയിലില്ല. അതായത് സർവൈവൽ പീരിയഡ് പറഞ്ഞാൽ നോർമലി എല്ലാ ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസിയും നമ്മൾ കാണുന്നത് അസുഖം വന്നു കഴിഞ്ഞാൽ, അസുഖം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ട് 30 ദിവസം അവർ സർവൈവ് ചെയ്യണം. അപ്പോഴേ ക്രിട്ടിക്കൽ ഇൽനെസിൻ്റെ സം ഇൻഷുർഡ് അവർ തരുള്ളൂ. 31ാമത്തെ ദിവസം ആയി കഴിഞ്ഞാൽ മാത്രമേ ഏത് അതർ പോളിസിയിലും ക്ലെയിം കിട്ടുള്ളൂ. ഈ ക്രിട്ടി ഷീൽഡിൽ അങ്ങനെ ഒരു സർവൈവൽ പീരിയഡ് ക്ലോസ് ഇല്ല. നിങ്ങൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ, ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ തരും. അതിന് നിങ്ങൾ മെഡിക്കൽ ചെലവ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ലംസമായിട്ട് ആ എമൗണ്ട് എലിജിബിൾ ആണ്. ഓക്കെ, പിന്നെ എന്താണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ? അഡൽട്ട്സ് ആകുമ്പോൾ 18 ഇയേഴ്സിൻ്റെ മേലെയും, അതേ ചൈൽഡ് ആകുമ്പോൾ 3 months ബേബി തൊട്ട് നമുക്ക് കവർ ചെയ്യാം. പക്ഷേ അഡൽട്ടിനെ കവർ ചെയ്യുമ്പോൾ മാത്രമേ ചൈൽഡിനെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. 1 ഇയർ പോളിസി, 2 ഇയർ പോളിസി, മാക്സിമം 3 ഇയർ പോളിസി വരെ ഈ പോളിസി പീരിയഡ് ആയിട്ട് നിങ്ങൾക്ക് പോളിസി എടുക്കാൻ പറ്റും. എന്താണ് ലിസ്റ്റ് ഓഫ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ചെയ്യുന്നത്? ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ ക്യാൻസർ ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ് ഇവർ കവർ ചെയ്യുന്നുണ്ട്. അതിലുള്ള മേജർ ആൻഡ് മൈനർ ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഡയഗ്നോസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ ലംസം, മേജർ ആണെന്ന് വെച്ചാൽ 100%ഉം മൈനർ ആണെന്ന് വെച്ചാൽ 25%ഉം നിങ്ങൾക്ക് കിട്ടും. ഇത് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽ ഡിസീസസ് റിലേറ്റഡ് ആണ്. മേജർ ആൻഡ് മൈനർ റിലേറ്റഡ് അസുഖങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ കവർ ചെയ്യണമെന്നുള്ളത് ഉണ്ട്. പിന്നെ മേജർ ഓർഗൻ്റെ മേജർ ആൻഡ് മൈനർ
ഇൽനെസ്സസ് എന്തൊക്കെ വരണം, ലിസ്റ്റഡ് ആയിട്ടുള്ള ഇൽനെസ്സസ് എന്തൊക്കെ കവർ ചെയ്യണം എന്നുള്ളത് ഉണ്ട്. ഇതേപോലെ ഓരോ ബ്ലോക്കിലും ഈ സം ഇൻഷുർഡ് ഫിക്സ്ഡ് ആണ്. പിന്നെ നെർവസ് സിസ്റ്റം റിലേറ്റഡ് ആണ്, മേജർ ആൻഡ് മൈനർ എന്തൊക്കെയാണ് ക്രിട്ടിക്കൽ ഇൽനെസ് ഇതിൽ കവർ ചെയ്യണം എന്നുള്ളത് അവർ തന്നിട്ടുണ്ട്. ഇതെല്ലാം ലിസ്റ്റഡ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു അസുഖം നമുക്ക് വരികയാണെന്ന് വെച്ചാൽ ആ ഫുൾ സം ഇൻഷുർഡ് ലംസമായിട്ട് അവർ കിട്ടും. 100% കിട്ടുന്ന മേജറിലും മൈനറിലും 25% കിട്ടും. പിന്നെ ലിസ്റ്റ് ഓഫ് ക്രിട്ടിക്കൽ ഇൽനെസ്, അതർ ഇൽനെസ്സസ് ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ മോസ്റ്റ്ലി ഓൾമോസ്റ്റ് 92 മേജർ ആൻഡ് മൈനർ ഇൽനെസ്സസ് ഇതിൽ കവർ ചെയ്ത് വരികയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രീമിയം ചാർട്ട് വരികയാണെന്ന് വെച്ചാൽ 20 ഞാൻ കണ്ട പോലെ നമുക്ക് ഫാമിലി ആയിട്ട് എടുക്കാൻ പറ്റില്ല, ഇൻഡിവിജ്വൽ പോളിസി ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഓരോ വ്യക്തികളും ഇൻഡിവിജ്വൽ പോളിസി വേണം എടുക്കാൻ. അപ്പോൾ ഇൻഡിവിജ്വൽ പോളിസിയിൽ 55 ഇയേഴ്സിൻ്റെ വരെയുള്ള പ്രീമിയം ചാർട്ടാണ് നമ്മളിവിടെ തന്നെ. 5 ലക്ഷം തൊട്ട് 40 ലക്ഷം അതിൻ്റെ മേലെ വേണിച്ചാലും എടുക്കാൻ പറ്റും. പക്ഷേ മാക്സിമം സം ഇൻഷുർഡ് അവൈലബിൾ 40 ലാക്സ് ആണ്. ആ 40 ലാക്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ 20 ലാക്സിൻ്റെ മേലൊക്കെയാണെന്ന് വെച്ചാൽ മെഡിക്കൽ ചെക്കപ്സ് ചില ഏജിനും അവരുടെ അസുഖം അനുസരിച്ച് വരും. അപ്പോൾ നോർമലി മെഡിക്കലി ഫിറ്റ് ആണ്. നമുക്ക് ഇപ്പോൾ നിലവിൽ ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ ഇൽനെസ്സും ഇല്ലെങ്കിൽ മാത്രമേ ഈ പോളിസി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് എടുക്കണമെന്ന് താല്പര്യപ്പെടുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം. ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറാണ്. 22 ഇയേഴ്സ് ഓഫ് ഇൻഷുറൻസ് എക്സ്പീരിയൻസ് ഉണ്ട്. വേരിയസ് ഇൻഷുറൻസ് കമ്പനിയിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ക്ലെയിംസ് ആസ് വെൽ ആസ് പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻ പഠിച്ചിട്ടാണ് ഒരു നല്ല പ്രോഡക്റ്റ് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. താങ്ക്സ് എ ലോട്ട്.